വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 2 പേർ മരിച്ചു. നടുവത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മമ്പാട് സ്വദേശിനി വീട്ടമ്മയാണ് മരിച്ചത്. നിലമ്പൂർ വെല്ലപ്പുഴയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന് മിന്നൽ വേഗത്തിൽ ടെൻഡറായി. KNG റോഡിൽ OCK പടി മുതൽ പട്ടരാക്ക വരെ 2 കിലോമീറ്ററിലധികം വരുന്ന റോഡ് നിർമ്മാണത്തിനാണ് ടെൻഡറായിരിക്കുന്നത്. 27.79 കോടിക്കാണ് ടെൻഡറായത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ വൈക്കത്തോട് സംരക്ഷണവും കോൺക്രീറ്റ് ചെയ്ത നടപ്പാതയും നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പിന്റെ ആവേശം വാനോളമുയർത്തി വണ്ടൂരിൽ പെൺപടയുടെ പോരാട്ടം. പ്രായവ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിലിറങ്ങിയപ്പോൾ ആവേശം പരകോടിയിൽ. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മമ്പാട് ബീമ്പുങ്ങൽ സ്വദേശി മുസ്ലിയാരകത്ത് ഷാജഹാന്റെ ഭാര്യ സോണിയ ആണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4:30 വണ്ടൂർ നടുവത്തങ്ങാടിയിലായിരുന്നു അപകടം. മൂന്നാറിലേക്ക് പോയി മടങ്ങവേ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കൊന്നമരത്തിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സോണിയയെ ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് മരണം സംഭവിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ഷാജഹാൻ ചികിത്സയിലാണ്. ഖബറടക്കം നിയമ നടപടികൾക്ക് ശേഷം ബുധനാഴ്ച മമ്പാട് പുത്തൻപള്ളി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടന്നു. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏനാന്തിയിൽ താമസിക്കുന്ന നിലമ്പൂർ പാടിക്കുന്ന് സ്വദേശി അണ്ടിക്കോടൻ റിയാസ് ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് അപകടം സംഭവിക്കുന്നത്. നിലമ്പൂർ ചന്തക്കുന്നിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു റിയാസ്. ജോലി കഴിഞ്ഞ് ഏനാന്തിയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ വെല്ലപ്പുഴയ്ക്ക് സമീപം, വെല്ലപ്പുഴ പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം സംഭവിച്ചത്. റോഡിൽ വീണ് കിടക്കുകയായിരുന്ന റിയാസിനെ ഇതുവഴി പോയ ഓട്ടോ ഡ്രൈവറാണ് കണ്ടത്. പിന്നീട് നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമായിരുന്നു. ഇതിനാൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. ഇവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. വാഹനം ഇടിച്ചതാണോ അതോ മറ്റെന്താണോ അപകട കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മരണം സ്ഥിരീകരിച്ചതോടുകൂടി നിലമ്പൂർ പോലീസ് ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ച് വരികയാണ്.
മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിലമ്പൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടുന്നു. ഇതിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ടെൻഡർ ആയിരിക്കുന്നത്. KNG റോഡിൽ OCK പടി മുതൽ പട്ടരാക്ക വരെ 2.460 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ ടെൻഡർ ആയിരിക്കുന്നത്. ജംഗ്ഷൻ നവീകരണം, ബസ് ബേ നിർമ്മാണം എന്നിവയടക്കം 27.79 കോടിക്കാണ് ടെൻഡർ ആയത്. ജൂൺ 22-ന് ടെൻഡർ തുറക്കും. കരാർ ലഭിക്കുന്നവർക്ക് ഉടനടി നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാൻ സാധിക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ബൈപ്പാസിന്റെ സ്ഥലം വിട്ട് നൽകുന്ന ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം കൂടി നൽകി കഴിഞ്ഞതോടുകൂടി 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ ഇനി വേഗത്തിൽ ആരംഭിക്കും. 35 മീറ്റർ വീതിയിൽ ദേശീയപാത നിലവാരത്തിൽ 4 വരി പാതയായാണ് ബൈപ്പാസ് വരുന്നത്. റോഡിനോട് ചേർന്ന് നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉണ്ടാകും. 9 വർഷമായി നിർജീവാവസ്ഥയിലായിരുന്ന നിലമ്പൂർ ബൈപ്പാസിന് പുതുജീവനായത് ആര്യടൻ ഷൗക്കത്ത് MLA ഇടപെടലിലൂടെയാണ്. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡിൽ നിലമ്പൂരിലെ ഗതാഗത കുരുക്കൊഴിവാക്കുവാൻ നിലമ്പൂർ ബൈപ്പാസിന് 2015-ൽ UDF സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ 9 വർഷമായി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 227.18 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതിക അനുമതിയുമായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുവാനായിരുന്നില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുവാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ പറഞ്ഞുള്ള ധനവകുപ്പിന്റെ തടസ്സവാദമായിരുന്നു വെല്ലുവിളി. UDF സർക്കാർ അധികാരമേറ്റതോടെ 2 ആഴ്ചയ്ക്കകം തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് ടെൻഡർ നടപടി ആരംഭിക്കുവാനായത് നിലമ്പൂരിന് വലിയ നേട്ടമായിരിക്കുകയാണ്. KNG റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാനായി OCK പടി മുതൽ വെളിയന്തോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത്. പട്ടരാക്ക വരെയുള്ള ബൈപ്പാസിന്റെ 1ാം ഘട്ടം പൂർത്തിയായാൽ തന്നെ നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. നിലമ്പൂർ നഗരത്തിന്റെ തിരക്കിൽ പ്രവേശിക്കാതെ KNG റോഡിൽ നിന്നും നിലമ്പൂർ ബൈപ്പാസ് വഴി ചക്കാലക്കുത്തിലൂടെ പൂക്കോട്ടുംപാടം, കാളികാവ്, ചുങ്കത്തറ, എടക്കര ഭാഗങ്ങളിലേക്ക് പോകാം. ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികൾക്കും ഈ ബൈപ്പാസ് ഉപകാരപ്രദമാകും. അപ്പോൾ നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് ടെൻഡറായ സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാനാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ കുറച്ചു ഭാഗമാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതെങ്കിൽ പോലും നിലമ്പൂരിൻ്റെ ഈ ഒരു രൂക്ഷമായ ഗതാഗത കുരുക്ക് വലിയ തോതിൽ പരിഹരിക്കുന്നതിന് വലിയ നിർണായകമാകുന്ന ഒരു വികസന പ്രവർത്തനമാണ് നിലമ്പൂർ ബൈപ്പാസ്. എന്തായാലും പ്രവൃത്തി ആരംഭിച്ചാൽ അത് വേഗത്തിൽ പൂർത്തിയാകുന്നതോടുകൂടി നിലമ്പൂരിലെ അന്തർ സംസ്ഥാന പാതയിലെ ഗതാഗത കുരുക്കിന് അത് വലിയ പരിഹാരമാകുമെന്ന കാര്യം തീർച്ചയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ വൈക്കത്തോട് സംരക്ഷണവും കോൺക്രീറ്റ് ചെയ്ത നടപ്പാതയും നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KT അജ്മലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. $30 ലക്ഷം ചിലവഴിച്ചാണ് പ്രവൃത്തി നടപ്പിലാക്കിയത്. ഏറെ നാളത്തെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ദുരിതയാത്രയ്ക്കാണ് ഇതോടെ പരിഹാരമായത്. സമീപത്തെ വിദ്യാലയത്തിലേക്കും പാലിയേറ്റീവ് കെയർ സെന്ററിലേക്കും ഒപ്പം എത്തിച്ചേരുവാനുള്ള എളുപ്പവഴി കൂടിയാണ് ഇതെന്ന് KT അജ്മൽ പറഞ്ഞു. വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും വണ്ടൂർ പാലിയേറ്റീവിലേക്കും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് ഈ മാർക്കറ്റ് റോഡിൽ നിന്ന് തച്ചുണ്ണി പള്ളിക്കുന്ന് റോഡുമായി കണക്ട് ചെയ്യുന്ന ഈ വൈക്കത്തോടിന് മുകളിലൂടെ. മുമ്പ് ഇത് തോടിൻ്റെ 2 സൈഡിലോടുമുള്ള തകർന്ന ഭാഗങ്ങളിലൂടെ വളരെ പ്രയാസപ്പെട്ടാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പാലിയേറ്റിലേക്ക് വരുന്ന ആളുകളും ഉൾപ്പെടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. 2024-25 വാർഷിക പദ്ധതിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ അവിടെ ഒരു നടപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. അത് കാരണം മാർക്കറ്റ് റോട്ടിൽ നിന്ന് തച്ചുണ്ണി പള്ളിക്കുന്ന് റൂട്ടിലേക്ക് വളരെ സുഗമമായി യാത്രക്കാർക്ക്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾക്ക് ദൈനംദിനം യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവൃത്തി വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ആളുകൾക്ക് നടക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ഒരു ഭംഗിയോടുകൂടി ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ 2 സൈഡിലും ഹാൻഡ് റെയിലും അതുപോലെ തന്നെ ഗാർഡനിങ്ങും ഉൾപ്പെടെ ചെയ്തുകൊണ്ട്
വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടി പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതി വകയിരുത്താമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കഴിയുന്നതോടുകൂടി വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ആകർഷണമാകുന്ന രീതിയിലുള്ള ഒരു നടപ്പാതയായി ഇത് മാറും. പ്രത്യേകിച്ച് മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മാർക്കറ്റിനോട് സമീപമുള്ള പ്രദേശമായതുകൊണ്ട് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നതും അത് കഴിഞ്ഞ് തെരുവുനായ ശല്യം ഉൾപ്പെടെ രൂക്ഷമായൊരു പ്രദേശമായിരുന്നു. ഏതായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഒരു 30 ലക്ഷം രൂപ കൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി വളരെ നല്ല രീതിയിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങും അതുപോലെ തന്നെ കോൺട്രാക്ടറും വളരെ വൃത്തിയായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ഇന്നു മുതൽ ഔദ്യോഗികമായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ചടങ്ങിൽ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബൈജു ചെമ്പ്ര, നിഷ K മാധവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ജബീബ് സുക്കീർ, C മുത്തു തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ KNG റോഡിൽ, അതായത് അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ നഗരം കഴിഞ്ഞാൽ കീർത്തിപ്പടി മുതൽ ചന്തക്കുന്ന് വരെയുള്ള ഭാഗങ്ങളിൽ, വെളിയന്തോട് ഭാഗത്തൊക്കെ റോഡ് നവീകരണം നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്ക് എല്ലാ സമയത്തും ഉണ്ട്. എന്നാൽ പൊതുവിൽ ഗതാഗത കുരുക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് കീർത്തിപ്പടി മുതൽ ചന്തക്കുന്ന് വരെയുള്ള ഭാഗം. ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോൾ ബസ്സുകൾ പലപ്പോഴും പോക്കറ്റ് റോഡിലൂടെ, പ്രത്യേകിച്ച് മാനവേദൻ ഹൈസ്കൂളിലേക്ക് പോകുന്ന, ഹയർ സെക്കൻഡറി സ്കൂളിലേക്കൊക്കെ പോകുന്ന ആ പോക്കറ്റ് റോഡിലൂടെ താഴെ ചന്തക്കുന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് എപ്പോഴും കാണാറുള്ളത്. ഇതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവും വ്യാപകമാണ്. കാരണം കുട്ടികളടക്കം സ്കൂളുകൾ വിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ സ്വകാര്യ ബസ്സുകൾ ഈ വഴിയിലൂടെ ചീറിപ്പായുന്നത്, സമയം കണക്കാക്കുന്നതിന് വേണ്ടി ചീറിപ്പായുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ഒരു ആക്ഷേപവുമായി ഇപ്പോൾ DYFIയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രദേശത്തെ KNG റോഡിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ച് ഇങ്ങനെ പോക്കറ്റ് റോഡിലൂടെ ബസ്സുകൾ സർവീസ് നടത്തുന്നത്, ആ അപകട സാധ്യത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തുകയുണ്ടായി. DYFI ബ്ലോക്ക് സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ അരുൺ ദാസ്, പ്രജിത്ത് KA, റിയാസ് കാവാട്, ലെനിൻ, സുരാജ് എന്നിവർ ഇതു സംബന്ധിച്ച് ഈ പ്രദേശമൊക്കെ സന്ദർശിച്ച് ഇന്ന് മാധ്യമങ്ങളോട് തങ്ങളുടെ ഇക്കാര്യത്തിലുള്ള ആവശ്യം അറിയിച്ചു. നിലമ്പൂരിൽ വലിയ ഗതാഗതക്കുരുക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളും ഉപയോഗിക്കുന്നത് ഈ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു റോഡ് എന്ന രീതിയിൽ ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ, ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ കടന്നുപോക്ക് വലിയ അപകട സാധ്യത എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ ഗതാഗതക്കുരുക്കിന് ആവശ്യമായുള്ള പരിഹാരം കാണുകയും ബസ്സുകളുടെ ഇതുവഴിയുള്ള കടന്നുപോക്ക് അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് DYFI ആവശ്യപ്പെടുകയാണ്. വണ്ടൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഗവൺമെൻറ്റിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾ കണ്ടോയെന്നറിയില്ല. അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായിട്ട് 1500ഓളം പുസ്തകങ്ങളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കുട്ടികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ബ്ലോക്കിൽ നിന്നുള്ള കുറച്ച് ജീവനക്കാരും മലപ്പുറത്തു നിന്നുള്ള കുറച്ച് ജീവനക്കാരും വന്നുകൊണ്ടാണ് ആ പുസ്തകങ്ങൾ ഇവിടെ എത്തിച്ചത്. കണ്ടായിരുന്നോ മക്കൾ? ഇഷ്ടപ്പെട്ടോ? അപ്പം പാഠപുസ്തകങ്ങളെ അപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലേക്കും അതേപോലെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള ഒത്തിരി പുസ്തകങ്ങൾ അതിലുണ്ട്. അപ്പോൾ പാഠപുസ്തകത്തിനോടൊപ്പം തന്നെ ആ പുസ്തകങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക, മികച്ച വിജയം നേടുക. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ SSLC വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, പഠനോപകരണ വിതരണം എന്നിവ നടന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. SED OK ഗിരിജ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UK മഞ്ജുഷ, ബ്ലോക്ക് മെമ്പർ E സഫീർ ജാൻ, സജ്ന, അജിത കുതിരാടത്ത്, ഹോസ്റ്റൽ വാർഡൻ NS സാജിദ, വരുണ രാജ്, KP ലിജിറ, R പ്രദീപ്, K ചാത്തൻ, രാജൻ, അതുല്യ എന്നിവർ പ്രസംഗിച്ചു. ഗോത്രവർഗ വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും പ്രവേശനോത്സവം നടത്തി. വാർഡ് കൗൺസിലർ ശാലിനി സുബിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത മോൾ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിവസം തന്നെ എത്തിയ കുട്ടികൾക്ക് നോട്ട്ബുക്ക്, പെൻ, കുട, ബാഗ് എന്നിവ നൽകി.
സീനിയർ സൂപ്രണ്ട് അജീഷ്, പ്രഭ GP എന്നിവർ ഈ വിതരണം നിർവഹിച്ചു. ചടങ്ങിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപകുമാർ, മാനേജർ ഉസ്മാൻ, സീനിയർ അസിസ്റ്റന്റ് വേണുഗോപാൽ, MC സ്റ്റാഫ് സെക്രട്ടറി മോജിദ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രേക്ഷകരെ, ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വിവിധയിനം തെങ്ങിൻ തൈകൾ, 30 പ്ലാവിൻ തൈകൾ, 60 മാവിൻ തൈകൾ, 10 റംബൂട്ടാൻ, 14 പേരകൾ, 10 ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.
വാർത്തകൾ തുടരുകയാണ്. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഉമ്മർകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെയൊക്കെ അവരർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാഗതം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രവേശനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെ കേവലം അക്ഷരം പഠിക്കുന്ന ഒരു കേന്ദ്രമായി മാത്രം കാണരുത്. അക്ഷരം പഠിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായി ഇവരെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ നൽകുന്ന സേവനം വളരെ മഹത്തരമാണ്. SMC ചെയർമാൻ CM ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽമാരായ O വിനോദ്, M ഐശ്വര്യ, വൈസ് പ്രിൻസിപ്പൽ JL ഷിജു, മദർ PTA പ്രസിഡന്റ് A ഷബാന, SMC വൈസ് ചെയർമാൻ KV സുരേഷ്, PTA SMC അംഗങ്ങളായ M സലീം, EP ജമീഷ്, EK അസ്മാബി, P സഫൂറ, മുൻ സ്റ്റാഫ് സെക്രട്ടറി K മുഹമ്മദ് മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾക്ക് അധ്യാപകർ പഠന കിറ്റ് വിതരണം ചെയ്തു. DYFI വണ്ടൂർ മേഖലാ കമ്മിറ്റി പുതിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. യോഗത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. കൂടാതെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അഫ്സൽ വണ്ടൂർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ റഹീം കരുളായി, രതീഷ് പാലാട്, അജയൻ ആനക്കല്ല്, ബാബു ചന്ദ്രൻ, സക്കീർ, നാണി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ടയർ മെറ്റീരിയലുകൾക്ക് അടിക്കടി ഉണ്ടാകുന്ന വില വർധനവിൽ കമ്മിറ്റി ആശങ്ക പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ സമർപ്പിത സേവനത്തിനുള്ള അംഗീകാരമായി പ്രൊഫസർ OP അബ്ദുറഹിമാന് അറേബ്യൻ വേൾഡ് റെക്കോർഡ്സ് കമേൽ ഇന്റർനാഷണൽ അവാർഡ് സമ്മാനിച്ചു. മമ്പാട് MES കോളേജിൽ പഠിച്ച് അതേ കോളേജിൽ തന്നെ അധ്യാപകനായി പിന്നീട് അവിടെ തന്നെ പ്രധാന അധ്യാപകനുമായി ഇദ്ദേഹം പ്രവർത്തിച്ചു. വലിയ വിദ്യാഭ്യാസ രംഗത്തെ സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് സമ്മാനിച്ചത്. മമ്പാട് കോളേജിൻ്റെയൊക്കെ വലിയ പുരോഗതിയിൽ അദ്ദേഹം പ്രധാന അധ്യാപകനായിരുന്ന സമയത്തൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് OP അബ്ദുറഹിമാൻ. ലോകകപ്പിന്റെ ആവേശത്തിലാണ് നാടെങ്ങുമുള്ളത്. ഈ ഒരു ആവേശം വാനോളം ഉയർത്തി വണ്ടൂരിൽ ഒരു വ്യത്യസ്തമായ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വനിതകളാണ് ഈ മത്സരം നടത്തിയത്. അർജന്റീനയും ബ്രസീലുമായി അവർ ടീമുകളായി തിരിഞ്ഞുകൊണ്ടൊരു വലിയ മത്സരമാണ് നടന്നത്. പ്രത്യേകത, ഇവിടെ പ്രായമുള്ള സ്ത്രീകളും പ്രായം കുറഞ്ഞവരുമെല്ലാം ഈ മത്സരത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു വേറിട്ട ഒരു ഫുട്ബോൾ ആവേശം സംഘടിപ്പിച്ചത്. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ആവേശം നിറഞ്ഞ മത്സരം ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. ഫിഫ വേൾഡ് കപ്പിന് മുമ്പായിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രചരണാർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെയുള്ളൊരു പരിപാടിയാണ്. എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടുന്ന, മറ്റ് കുടുംബശ്രീകൾക്ക് പോലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതുപോലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെയാണ്. എന്നാൽ ഇത് സ്ത്രീകൾ ഫുട്ബോൾ കളിച്ചുകൊണ്ട് ആ വേൾഡ് കപ്പിന് ഒരു പ്രചരണം കൊടുക്കുക. നമ്മൾ മുൻപ് കണ്ടിരുന്നത് സ്ത്രീകൾക്ക് ഒരു അതിജീവനത്തിൻ്റെ ഊർജം പകർന്നു കൊടുക്കുന്ന ഒരു കുടുംബശ്രീ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മുന്നോട്ട് പോയി, പ്രത്യേകിച്ച് വണ്ടൂർ കുടുംബശ്രീയിലെ CDS അൻഷിതയെയും ഭാരവാഹികളെയും ഒക്കെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അഭിനന്ദിക്കുകയാണ്. കുടുംബശ്രീ പ്രവർത്തകർ ഒരുപാട് മുന്നോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട്, വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പബ്ലിസിറ്റിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. പ്രായത്തിന്റെ അതിർവരമ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് വണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തേക്ക് കാൽപന്തുകളിയുമായി ഇറങ്ങിയത്. CDS പ്രസിഡന്റ് M അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. എല്ലാവരും പറയും കുടുംബശ്രീ അടുക്കളയിലാണ്. അപ്പൊ ഞങ്ങള് ഒന്ന് അരങ്ങത്തേക്ക് ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങിങ്ങാണ്ട് കളിച്ചാൻ വന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഇന്ന് ഇവിടെ കളിച്ച ആൾക്കാർ 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. 85 വയസ്സ് വരെയുള്ള ആളുകളാണ് ഇതില് കളിച്ചിട്ടുള്ളത്. എല്ലാരും
ഇന്നിപ്പോ ഇവിടെ കളിച്ച ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് നമ്മളിത് ആദ്യം തുടങ്ങിയില്ല, ഇനി മുതൽ എല്ലാ ഫിഫ എന്നാണോ വരുന്നത് ആ വർഷമൊക്കെ ഞങ്ങള് ഇതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഇതിലും വലുതായിട്ട് തന്നെ നടത്തുന്നില്ല തീരുമാനം എടുത്ത പ്രകാരമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. കളിയോടുള്ള സ്നേഹത്തിൽ പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് 65 വയസ്സുള്ള മുതിർന്ന അംഗങ്ങൾ വരെ ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങി എന്നത് ഈ മത്സരത്തിന്റെ മാറ്റുകൂട്ടി. ഇതൊരു ജയവും തോൽവിയല്ല. ഇതെന്താ വെച്ചാൽ നമുക്കൊരു കുടുംബശ്രീയുടെ അരങ്ങിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ നടത്തിയെന്നുള്ളൂ. അത് ഇനി തലമുറ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊന്ന് ഒരു സൂചന കൊടുത്തു എന്നുള്ളൂ, തുടങ്ങി വെച്ചു എന്നുള്ളൂ. അല്ലാണ്ട് വിമൽ ചേച്ചി എല്ലാ സ്പോർട്സ് കലാപരിപാടി എന്തൊക്കെ ഉണ്ടോ ആ ഗ്രൗണ്ടിലൊക്കെ വിമൽ ചേച്ചി, എന്റെ പേര് വിമൽ ചേച്ചിയാണ്, ഞാൻ ആ ഗ്രൗണ്ടിൽ മുഴുവൻ ഞാനും ഉണ്ടാവും. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന ടീം വിജയ കിരീടം ചൂടി. ലോകകപ്പ് ഫുട്ബോളിന്റെ വരവറിയിക്കുവാൻ ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ലെന്നാണ് കളി കാണുവാനെത്തിയവരും പറയുന്നത്. വന്നത് പക്ഷെ ബ്രസീലിന്റെ ജേഴ്സിയാണ് എനിക്ക് ഇഷ്ടമുള്ള ടീമാണ്. അർജന്റീനയുടെ ടീമാ, എന്റെ താരം മെസ്സിയാണ്. മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. പഞ്ചായത്ത് തല പ്രവേശനോത്സവം മമ്പാട് ഇപ്പൂട്ടിങ്ങൽ ഗവൺമെന്റ് LP സ്കൂളിലാണ് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ പന്തലിങ്ങൽ മുഹമ്മദ് അലി നിർവഹിച്ചു. ഈ കുട്ടികൾ 2 വർഷത്തോളം ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരമുണ്ടായി. അതിനൊക്കെ എത്രയോ ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷമുള്ളത്. പഴയ ബിൽഡിങ്ങുകൾ 2-3 ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ്, PTA MTA ഭാരവാഹികൾ, അധ്യാപകർ, നാട്ടുകാർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. മമ്പാട് പുല്ലോട് ബഡ്സ് സ്കൂളിൽ പ്രസിഡന്റ് സെമീന കാഞ്ഞിരാല പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ്, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, പരിവാർ അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, മറ്റ് നാട്ടുകാരെന്നിവർ പങ്കെടുത്തു. ശ്രീധരൻ മമ്പാടിന്റെ മാജിക് ഷോയും ഉണ്ടായിരുന്നു. വടപുറം സെന്റ് ഫ്രാൻസിസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ വാർഡ് മെമ്പർ PK നബീൽ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ ഫാദർ ബിജു വർഗീസ്, ട്രസ്റ്റ് അംഗങ്ങളായ പ്രൊഫസർ തോമസ് മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. പരതമ്മൽ UP സ്കൂളിൽ വാർഡ് മെമ്പർ മുബീന ചോലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ അരുൺ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിച്ചു. PTA MTA ഭാരവാഹികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മമ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപിക റുക്സാന ടീച്ചർ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ അഷറഫ് ടാണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് മോസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. PTA MTA SMC ഭാരവാഹികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. MES ഹയർ സെക്കൻഡറി സ്കൂളിൽ മമ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി EP ഉബൈദുള്ള അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് VT നാസർ, പ്രധാന അധ്യാപകൻ K യാസർ, PTA ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 2 പേർ മരിച്ചു. നടുവത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മമ്പാട് സ്വദേശിനി വീട്ടമ്മയാണ് മരിച്ചത്. നിലമ്പൂർ വെല്ലപ്പുഴയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന് മിന്നൽ വേഗത്തിൽ ടെൻഡറായി. KNG റോഡിൽ OCK പടി മുതൽ പട്ടരാക്ക വരെ 2 കിലോമീറ്ററിലധികം വരുന്ന റോഡ് നിർമ്മാണത്തിനാണ് ടെൻഡറായിരിക്കുന്നത്. 27.79 കോടിക്കാണ് ടെൻഡറായത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ വൈക്കത്തോട് സംരക്ഷണവും കോൺക്രീറ്റ് ചെയ്ത നടപ്പാതയും നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പിന്റെ ആവേശം വാനോളമുയർത്തി വണ്ടൂരിൽ പെൺപടയുടെ പോരാട്ടം.
പ്രായവ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിലിറങ്ങിയപ്പോൾ ആവേശം പരകോടിയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.